എഡ്യൂസ്മാർട്ട് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും ജൂൺ 3-ാം തീയതിയോടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രവർത്തനം ആരംഭിക്കും. ഒരുപാട് മാറ്റങ്ങളോടെയാണ് 2024-25 അക്കാദമിക് വർഷം സ്കൂൾ തുറക്കൽ നടപടിയുമായി സർക്കാർ മുൻപോട്ട് പോകുന്നത്. ജൂൺ 3-ന് പ്രവേശനോത്സവത്തിൽ വർണ്ണവിപുലമായ പരിപാടികളാണ് സ്കൂളുകളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം ജില്ലയിലെ എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. 2024-25 അക്കാദമിക് വർഷം കണക്കിലെടുക്കുമ്പോൾ സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനകൾ പൂർണ്ണമായിട്ടുണ്ട്. മാത്രമല്ല, സ്കൂൾ ബസ്സുകളുടെയും വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ ഏൽപ്പിച്ചിരിക്കുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങളുടെയും പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. അതോടൊപ്പം സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ, മരങ്ങൾ, ബാനറുകൾ, ഫ്ലെക്സ് ബോർഡുകൾ, കുടിവെള്ള സൗകര്യം, അടിസ്ഥാന സൗകര്യം തുടങ്ങിയവ പരിശോധിച്ച് എല്ലാം ഉറപ്പുവരുത്തി വിദ്യാർത്ഥികൾ സുരക്ഷിതമാണെന്ന പരിശോധനാ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ സ്കൂളുകളുടെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. പുതിയ പാഠ്യപദ്ധതി പരിഷ്കാരങ്ങളെല്ലാം കൊണ്ടുവരാൻ പോകുന്നതിന്റെ ഭാഗമായി 1, 5, 7, 9 ക്ലാസുകളിലെല്ലാം പാഠ്യവിഭാഗങ്ങളിൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ മറ്റ് ക്ലാസുകളിലും ഇത് ബാധകമാകും. ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള അവബോധം ഉൾപ്പെടെ പാഠ്യപദ്ധതിയിലുണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച സ്കോളർഷിപ്പ് പദ്ധതി ഉൾപ്പെടെ നിരവധി സ്കോളർഷിപ്പുകളും അതിലൂടെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാവിന്റെയും അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ളവർക്ക് സാമ്പത്തിക സഹായവും ഈ വർഷം മുതലുണ്ട്. സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ മുൻഗണന. മാത്രമല്ല, സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പുതിയ അധ്യയന വർഷത്തെ പ്രവൃത്തി ദിനങ്ങൾ 220 ഉയർത്താനുള്ള തീരുമാനവും വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്നുണ്ട്. അധ്യാപക സംഘടനാ യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 220 പ്രവൃത്തി ദിനങ്ങൾ ലഭിക്കണമെങ്കിൽ ശനിയാഴ്ചകൾ കൂടി സ്കൂളുകൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ 16 ശനിയാഴ്ചകൾ കൂടി പ്രവൃത്തി ദിനമാക്കേണ്ടി വരും. ഭരണ പ്രതിപക്ഷ അധ്യാപക സംഘടനാ നേതാക്കൾ തീരുമാനത്തോട് വിയോജിച്ചെങ്കിലും വഴങ്ങാൻ മന്ത്രി കൂട്ടാക്കിയിട്ടില്ല. കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് 220 പ്രവൃത്തി ദിവസം വേണമെന്നാണെന്നും അത് ലംഘിക്കുന്നത് കോടതിയിൽ തിരിച്ചടിയാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.